Welcome to Bhaskar's Engineering Maths, a world of plus points. ഇവിടെ ഒരു പ്രോബ്ലം ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. മാക്സിമ ആൻഡ് മിനിമ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റെക്ടാങ്കുലർ ബോക്സ്, അങ്ങനെ റെക്ടാങ്കുലർ ബോക്സിന് ഡയമെൻഷൻസ് കാണാനായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് തന്നേക്കുന്നത്. KTUവിന്റെ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പൺ അറ്റ് ദ ടോപ്പ്, ഹാവിംഗ് വോളിയം 32 cc and requiring the least material for its construction. എന്നാണ് ചോദിച്ചത്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ്. ഒരു റെക്ടാങ്കുലർ ബോക്സ്, അതിന്റെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ഡയമെൻഷൻസ് ആണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓൾറെഡി ഗിവൺ 32 cc. പക്ഷെ നമുക്ക് കാണേണ്ട ഡയമെൻഷൻസ്, ഈ റെക്ടാങ്കുലർ ബോക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റിക്വയറിംഗ് ദ ലീസ്റ്റ് മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. അപ്പൊ ഇതാണ് റെക്ടാങ്കുലർ ബോക്സ്. ഈ ഡസ്റ്റർ ആണ് റെക്ടാങ്കുലർ ബോക്സ്. ഇത് റെക്ടാങ്കുലർ ബോക്സ് ആണല്ലോ. ഇതാ അത് ഓപ്പൺ അറ്റ് ദ ടോപ്പ്, അതായത് ഉള്ളു ഹോളോയാണ്. അപ്പൊ ഓപ്പൺ അറ്റ് ദ ടോപ്പ്. അപ്പൊ ഇതിന്റെ അകത്ത് വെള്ളം നിറച്ചാൽ എത്ര ഉണ്ടാവും? അതാണ് ഇതിന്റെ വോളിയം. ആ വോളിയം നമുക്ക് ഓൾറെഡി ഗിവൺ 32 cc തന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതാണ് ബോക്സ് എന്ന് നോക്കുക. റെക്ടാങ്കുലർ ബോക്സ് ഇതാണെന്ന് നോക്കുക. അപ്പൊ ഈ ബോക്സിന്റെ ഡയമെൻഷൻസ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ്, ദാറ്റ് മീൻസ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പം ഇതാണ് റെക്ടാങ്കുലർ ബോക്സ് എങ്കിൽ ദിസ് ഈസ് ലെങ്ത് ആൻഡ് ദിസ് ഈസ് ബ്രെഡ്ത്ത് ആൻഡ് ദിസ് ഈസ് ഹൈറ്റ്. അപ്പൊ ലെങ്ത്, ഇതാണ് ലെങ്ത്, ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് അതിന്റെ ഹൈറ്റ്. അപ്പൊ ഇതാണ് ഈ 3 ഡയമെൻഷൻസ് എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്താവണം? ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആയിരിക്കണം. ലീസ്റ്റ് മെറ്റീരിയൽ, അതായത് ഇതിനെ ഇപ്പൊ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്താൽ 32 cc വോളിയം വരുന്ന രീതിയിൽ ഏറ്റവും മിനിമം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റിൽ ഇതിനെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര മെറ്റീരിയൽ വേണ്ടി വരും. അപ്പൊ ഇതിനൊരു പേപ്പർ വെച്ച് പൊതിഞ്ഞാല് അതിന്റെ വലിപ്പം അതിന്റെ ഉള്ളിലെ ഒരു വെള്ളം നിറയ്ക്കോ അല്ലെ സംതിങ് മണലോ അങ്ങനെ എന്തെങ്കിലും നിറച്ചാൽ അതിന്റെ വോളിയം ഇതായിരിക്കണം. പക്ഷെ അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, അതിന്റെ ഹൈറ്റ് മിനിമം ആക്കത്തക്ക രീതിയിൽ എത്രയായിരിക്കും ആ പേപ്പർ, എത്ര പേപ്പർ വേണം ഇതിനെ റാപ്പ് ചെയ്യണമെങ്കിൽ, ഇതിനെ കവർ ചെയ്യണമെങ്കിൽ. അതാണ്. അപ്പം കവർ ചെയ്യുക അല്ലെങ്കിൽ ലീസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എന്താ? അതിന്റെ സർഫസ് ഏരിയ. കാരണം കവർ ചെയ്യുന്ന സർഫസിനെയാണ്. സോ സർഫസ് ഏരിയ, അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സർഫസ് ഏരിയ മിനിമം ആക്കിക്കൊണ്ട് ലീഷർ സർഫസ് ഏരിയ മിനിമം ആകുന്ന ഡയമെൻഷൻസ് ഏതാണ്? പക്ഷെ വോളിയം 32 cc ആയിരിക്കണം. അങ്ങനെ ഡയമെൻഷൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ ആണെങ്കിൽ ഞാൻ ഇതിന്റെ ഡയമെൻഷൻസ് XYZ ആണെന്ന് എഴുതുക. Let X, Y and Z be the dimensions of the rectangular box. ബോക്സിന്റെ ഡയമെൻഷൻസ് X, Y, Z ആണ് ഞാൻ അസ്യൂം ചെയ്യാണ്. സപ്പോസ് ഇതാണ് X, ലെങ്ത് ആണെന്ന് നോക്കുക. X, then Y, ബ്രെഡ്ത്ത്, ഇതാണ് Y, ഇത് Y ആണ്. നൗ ഹൈറ്റ് ഈസ് Z. അപ്പൊ X, Y, Z. എത്ര ഫേസസ് ഉണ്ട് ഇതിന്? സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ഫേസസിന്റെ എല്ലാം കൂടെ ഏരിയ തമ്മിൽ ആഡ് ചെയ്യണം, അത് നമുക്കറിയാം. അപ്പൊ എത്ര ഫേസസ് ഉണ്ട് ഇതിന്? 1, 2, 3, 4, 5, 6. ഓപ്പൺ അറ്റ് ദ ടോപ്പ് ആയതുകൊണ്ട് ഈ ഫേസ് ഇല്ല, ഇവിടെ ഓപ്പൺ. സോ ഇതുണ്ട്. ഇപ്പം ഓപ്പൺ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇതിന് 5 ഫേസസേ ഉള്ളൂ. അപ്പൊ 5 ഫേസസിന്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്താൽ മിനിമം വരുന്ന രീതിയിലുള്ള ഡയമെൻഷൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഞാൻ നോക്കാം. ഇതിന്റെ ഏരിയയെ പറ്റി, സർഫസ് ഏരിയയെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇതിന് ഏരിയ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതിന് ഏരിയ അല്ല. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ ഏരിയ തന്നെയല്ലേ, ഈ സർഫസിന്റെ ഏരിയ തന്നെ ആയിരിക്കുമല്ലോ ഈ ഓപ്പോസിറ്റ് ഉള്ള സർഫസിന്റെ ഏരിയ അല്ലേ? അതുപോലെ ഈ സർഫസിന്റെ ഏരിയ തന്നെ ആയിരിക്കുമല്ലോ ഈ ഓപ്പോസിറ്റ് ഉള്ള സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇനി താഴെ ഒരു സർഫസ് ഉണ്ട്, പക്ഷെ മുകളിലെ സർഫസ് ഇവിടെ ഇല്ല, ഇവിടെ അപ്ലിക്കബിൾ ഇല്ല. അല്ല എങ്കിൽ അപ്ലിക്കബിൾ ആയിരിക്കും. ഇവിടെ ഓപ്പൺ അറ്റ് ദ ടോപ്പ്, മോള് ഭാഗം തുറന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇതിന്റെ ഏരിയ ഞാൻ എടുക്കാൻ പോവാണ്. ഇപ്പം നോക്കാം, ഇത് ഞാൻ എക്സ് എന്ന് എഴുതുന്നത്, ലെങ്ത് സൈഡ് ആണ് എക്സ്. ഇനി ഇത് ബ്രെഡ്ത്ത് ആണ് വൈ. അപ്പൊ ഈ ഫേസ് എടുക്കുവാണെങ്കിലോ, ദിസ് സൈഡ് ഈസ് എക്സ്. ഇവിടെ ഞാൻ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ സൈഡ് എന്താ, ഇതാണ്, ഈ സൈഡാണ് വൈ അല്ലേ? അപ്പൊ ഈ ഫേസ് എടുത്താൽ ഇവിടെ ലെങ്ത് ഉണ്ട്, ഇവിടെ ലെങ്ത് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് വൈ. സോ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതൊരു റെക്ടാംഗിൾ അല്ലേ ഈ ഫേസ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ എക്സ് ഇൻറ്റു വൈ. സോ ദ ഏരിയ ഈസ്, സർഫസ് ഏരിയ ഞാൻ എസ് എന്ന് എടുക്കാണ്. സർഫസ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഫസ്റ്റ് സർഫസിന്റെ ഏരിയ, ഫസ്റ്റ് ഫേസിന്റെ ഏരിയ എക്സ് വൈ. ഇവിടെ ഇല്ല, അല്ല എങ്കിൽ ഇത് എക്സ് വൈ ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് വൈ വന്നേനെ. എന്തുകൊണ്ടാ, ഇപ്പുറത്തെ ഫേസിന്റെ ഏരിയ തന്നെയാണ് ഈ ഓപ്പോസിറ്റ് ഫേസിന്. പക്ഷെ ഇവിടെ ഓപ്പൺ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ ഒരു സർഫസ് ഇല്ല. ഇനി അപ്പൊ ആ സർഫസ് ഏരിയ നമുക്ക് കഴിയും. ഇനി ഇവിടെ നോക്കാം, ഈ സൈഡ്, അതായത് ഈ ഫേസ് നോക്കാം. ഈ ഫേസിന് എങ്ങനെയാ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, സോറി ഇത് സെഡ് ആണ്. ലെങ്ത് എക്സ്, ഈ റെക്ടാംഗിൾ മാത്രം നോക്കി. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെക്ടാംഗിൾ ആണ്, അതിന്റെ ലെങ്ത് എത്രയാ, എക്സ്. ബ്രെഡ്ത്ത് എത്രയാ, ഈ ഹൈറ്റ് ആയിട്ട് വരും ഇതിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ എത്രയാ, അത് ഇസഡ് അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇസഡ്. അപ്പൊ ഇനി നോക്കുക, ഈ ഫേസിന്റെ തന്നെ ഏരിയ അല്ലേ ഓപ്പോസിറ്റ് സൈഡിലും, സെയിം ലെങ്ത് ആൻഡ് സെയിം ബ്രെഡ്ത്ത്. സോ എക്സ് ഇൻറ്റു സെഡ്. ഇവിടെ എക്സ് ഇൻറ്റു ഇസഡ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും എക്സ് ഇൻറ്റു ഇസഡ് ആയിരിക്കും. സോ 1x into z plus another x into z. So 2x into z plus 2 into x into z. So അതിന്റെ ഏരിയയും ആ സർഫസിന്റെ ഏരിയയും പ്ലസ് ഇനി രണ്ട് ഫേസ് കൂടെ ഉണ്ട്. അവിടെ നോക്കുക, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ലെങ്ത്, അതായത് ഇതൊരു റെക്ടാംഗിൾ ആണ് അല്ലെ, ഇതൊരു റെക്ടാംഗിൾ ആണ്. ഈ റെക്ടാംഗിളിന് ഈ സൈഡ് എത്ര, ഇതാ ഇവിടെ y എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നത്, അതിലെ തിക്നെസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇസഡ് ആണ്. അപ്പൊ ഓർക്കുക, ഇത് y ആണ്, ഇത് ഇസഡ് ആണ്. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് y, ബ്രെഡ്ത്ത് ഇസഡ് ആയിട്ട് വരും അല്ലെ. ലെങ്ത് y, പിന്നെ ഈ ബ്രെഡ്ത്ത് ഇസഡ് ആയിട്ട് എടുക്കാം. അപ്പം അതിന്റെ ഈ ഫേസിന്റെ മാത്രം ഏരിയ എന്ത് വരും, y ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് y ഇൻറ്റു ഇസഡ്. ഈ ഫേസിന്റെ തന്നെ ഏരിയ അല്ലേ ഈ ഫേസിനുള്ളത്, ഈ ഫേസിന്റെ ഏരിയ തന്നെയാണ് ഈ ഫേസിനുള്ളത്. ഈ ഫേസിന്റെ y ഇൻറ്റു ഇസഡ് ആണെങ്കിൽ ഈ ഫേസിന്റെ y ഇൻറ്റു ഇസഡ് ആയിരിക്കത്തില്ലേ. സോ y ഇൻറ്റു ഇസഡ് പ്ലസ് y ഇൻറ്റു ഇസഡ്, ദാറ്റ് ഈസ് 2y ഇൻറ്റു ഇസഡ്. അപ്പൊ XYZ ഡയമെൻഷൻസ് ആണെങ്കിൽ ഇതാണ് ഈ റെക്ടാംഗുലർ ബോക്സ്. ടോപ്പില് ഓപ്പൺ ആയിട്ടുള്ള റെക്ടാംഗുലർ ബോക്സിന്റെ സർഫസ് ഏരിയ ഇതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ഓൾസോ ഗിവൺ തന്നിരിക്കുന്നത്, ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അങ്ങ് എടുക്കുക. സോ ഗിവൺ എന്താ, വോളിയം ഈക്വൽ ടു XYZ. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. അതാണ് ഞാൻ XYZ എന്ന് എഴുതുന്നത്. ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്. വോളിയം വരുമ്പോൾ 3 ഡയമെൻഷൻസ് ഉണ്ട്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. സോ XYZ ഇസ് ഗിവൺ. എത്ര തന്നേക്കുന്നത്, 32. സോ XYZ ഈക്വൽ ടു 32. നമുക്ക് ഇത് രണ്ടും കൂടെ, അതായത് ഇതിൽ നിന്ന് Z കാണാമല്ലോ, Z ഈക്വൽ ടു 32 ബൈ XY. ഇപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ ഇസഡിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവിങ് ഒക്കെ എളുപ്പം. അപ്പൊ ഇതാണ് നമുക്ക് മിനിമൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് S ആണ്. ഞാൻ അതിന് ഒരു F എന്ന് കൊടുക്കുവാണ്. എന്തിനാന്ന് പറയാം, നമ്മൾ എപ്പോഴും ഡോ F ബൈ ഡോ എക്സ് എന്നൊക്കെ അല്ലേ.
എസ് വരും, ഒരു കൺഫ്യൂഷൻ വന്നെങ്കിൽ തന്നെ ഉള്ളൂ. സർഫസ് ഏരിയയിൽ ഞാൻ എഫ് നമുക്ക് കൊടുത്തു, എസ് തന്നെയാണ്. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണ്, 32 ആണ്. സോ സെഡ് ഈക്വൽ ടു 32/xy. ശരിയല്ലേ? 32/xy അല്ലേ? സോ ഇക്വേഷൻ നമ്പർ 2 we can substitute equation number 2 in equation number 1. അപ്പൊ ഇസഡിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ എളുപ്പമാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 in equation number 1. അപ്പൊ എന്ത് വരും? എഫ് ഈക്വൽ ടു, ഇനി സർഫസ് ഏരിയ ഞാൻ എഫ് എന്ന് എടുക്കണം. എഫ് ഈക്വൽ ടു xy പ്ലസ് xy പ്ലസ് 2xz. what is z? z എത്രയാ? z ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ xy into 32 divided by xy plus again 2yz. y into what is z? 32 by xy. 32 divided by xy. അപ്പൊ നോക്കി ഇതിന്റെ z ഇല്ല. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫോമില് ഈ ഫംഗ്ഷനെ കിട്ടി. അപ്പൊ നോക്കാം xy, സോറി we can cancel this x. ഇനി അടുത്ത് ഇവിടെ y ക്യാൻസൽ ചെയ്യും. ഇവിടെ 32 into 2 ഉണ്ട്, 64 വരും. ഇവിടെ 32 into 2 ഉണ്ട്, 64 വരും. സോ ഈക്വൽ ടു xy പ്ലസ് 64, ന്യൂമറേറ്റർ 64 ഡിവൈഡഡ് ബൈ y പ്ലസ് അഗൈൻ ന്യൂമറേറ്ററിൽ 64 ഡിവൈഡഡ് ബൈ x. സോ നൗ ദ ഫംഗ്ഷൻ ഈസ്, ഇപ്പോഴാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ കിട്ടിയത്. അതായത് സർഫസ് ഏരിയയുടെ ഫംഗ്ഷൻ ഇപ്പൊ ഇതാ, വോളിയമായിട്ട് റിലേറ്റഡ്. അതായത് വോളിയം എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇസഡ് കണ്ടുപിടിച്ചിട്ട് അത് ഈ എഫിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആക്കി നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ അകത്ത് എക്സും വൈയും ഉള്ളൂ, കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ വി ഹാവ് ടു ഫൈൻഡ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഒറിജിനൽ സാധാരണ എല്ലാ പ്രോബ്ലത്തിലും ഈ ഫംഗ്ഷൻ തരും. നമുക്ക് ഇവിടെ എന്താ നമ്മൾ ഈ റെക്ടാംഗുലർ ബോക്സ് എടുത്ത് ഏരിയ ഒക്കെ സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിച്ച് നമ്മളിത് ഇതിന്റെ എഫ് കാൽക്കുലേറ്റ് ചെയ്ത് സർഫസ് ഏരിയയുടെ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി സാധാരണ യൂഷ്വൽ മെത്തേഡിൽ എന്ത് ചെയ്യണം? ഇതിനെ വി ഹാവ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ എന്ത് ചെയ്യണം? എഫ് ഈക്വൽ ടു, വി ഹാവ് ടു ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ ഞാൻ എഫ് ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു xy പ്ലസ് 64/y പ്ലസ് 64/x ആണ്. സോ ഇവിടെ നോക്കാം, നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കാണണം അല്ലെ? മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്. ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഏതൊക്കെ ഇക്വേഷൻസ് ആ? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇവിടെ നോക്കിക്കോളൂ, ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഇതിനെന്ത് ചെയ്യണം? ഈ എഫ് എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഈ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്. എഫ് ഈസ് xy പ്ലസ് 64/y പ്ലസ് 64 ഡിവൈഡഡ് ബൈ എക്സ്. സോ ഈക്വൽ ടു ഓരോ ടേമിന് ഡെറിവേറ്റീവ് കാണാം. ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വേണം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 64/y ഡോ ബൈ ഡോ എക്സ് ഓഫ് 64/x. ഓരോ ടേമിന് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. എക്സ് ആണ് വേരിയബിള്. സോ ഹിയർ എക്സ് വേരിയബിൾ, വൈ ഇസ് എ കോൺസ്റ്റന്റ്. വൈ യെ വെളിയിലേക്ക് വെച്ചിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, എക്സ് ഈസ് 1. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1. So 64/y with respect to x, 64 is a constant and again y is a constant. So this is 64/y is another constant. So derivative of a constant is 0 plus dou by dou x of dou with respect to x ആണ്. So x is the next term in dou by dou x of 64/x എന്ന് പറഞ്ഞാൽ x വേരിയബിൾ ആണ്. അതായത് ഇവിടെ വരുമ്പോൾ വരുന്നത് എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 64/x എന്ന് പറഞ്ഞാൽ ആക്ച്വലി വരുന്നത് എന്താ? 64 into ഡോ ബൈ ഡോ എക്സ് ഓഫ് 1/x എന്ന് വരും. 64 into ഡോ ബൈ ഡോ എക്സ് ഓഫ് 1/x. 1/x ന്റെ ഡെറിവേറ്റീവ് എന്താ? We know derivative of 1/x is minus 1/x square. That is 64 into minus 1/x square. That is minus 64/x square.
So derivative of 64 by x is minus 64 by x square. ഇവിടെ ഞാൻ എഴുതുവാണ് മൈനസ് 64 by x square. ഇത് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതിയുള്ളൂ കേട്ടോ, മൈനസ് 64 by x square. So എന്ത് വരും? y minus 64 by x square. That's equal to 0. Equal to 0 വേണം, equal to 0. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് എന്ത് വേണം? ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എഫ്. എഫ് എന്താ? ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മുകളിൽ തന്നെ കിട്ടിയ ഫംഗ്ഷൻ ആണ് 64 by y പ്ലസ് 64 by x. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. y ആണ് വേരിയബിൾ, സോ ഹിയർ y is വേരിയബിൾ, x is a constant. So x വെളിയിലേക്ക് എഴുതി ഇൻടു ഡോ ബൈ ഡോ വൈ ഓഫ് y, ദാറ്റ് ഈസ് 1 പ്ലസ് again ഇവിടെ നമ്മൾ ചെയ്ത പോലെ 64 by y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ത് വരും? 64 is a constant. 64 അവിടെ വെളിയിലേക്ക് എഴുതിയിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് 1 by y ആണ് വരിക. 64 by y, 64 into ഡോ ബൈ ഡോ വൈ ഓഫ് 1 by y എന്ന് വരും. അതെന്ത് വരും? 64 into we know ഡോ ബൈ ഡോ x ഓഫ് 1 by x ആണ് മൈനസ് 1 by x square. What is ഡോ ബൈ ഡോ വൈ ഓഫ് 1 by y? That is minus 1 by y square into minus 1 by y square. That is 64 by y square. 64 by y square. That is ഇവിടെ എന്ത് വരും? ഞാൻ ഇതിങ്ങനെ ഇങ്ങോട്ട് അങ്ങ് എടുത്തെഴുതുവാണ്, മൈനസ് 64 by y square. ഈ സ്റ്റെപ്പൊക്കെ സൈഡിൽ എഴുതിയിട്ടാലും മതി, കാരണം ഇത് സ്റ്റെപ്പിന്റെ അകത്തേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ടൈം സ്പേസും പോകും. അതുകൊണ്ടാണ് സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടാലും മതി കേട്ടോ. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് അടുത്ത ടൈമിന്റെ ഡെറിവേറ്റീവ് ആണ്. അടുത്ത ടൈമിന്റെ വരുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈക്ക് 64 is a constant and x is another constant. So 64 by x is another constant. Therefore constant derivative 0. So the answer is x minus 64 by y square. That is dou f by dou y equal to 0 നല്ലടത്തും വേണേ, equal to 0. That is equation number 2. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ കിട്ടി. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ 0 എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ കിട്ടി. ഇനി നോക്കിക്കോളൂ, ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതുവാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു y മൈനസ് 64 by x സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ഡോ എഫ് ബൈ ഡോ വൈ ഇക്വേഷൻ നമ്പർ 2 എഴുതുവാണേ. എക്സ് മൈനസ് ഇത് രണ്ടുകൂടെ നമുക്ക് സോൾവ് ചെയ്യേണ്ട, ഇവിടെ അടുപ്പിച്ചൊന്ന് എഴുതിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഞാൻ ഇറേസ് ചെയ്യുവാണ്. സോ എന്ത് വരും? ഇപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഓർഡേഡ് പെയർ എക്സ് വൈ ക്രിട്ടിക്കൽ പോയിന്റ് കാണാം. അപ്പൊ ഇവിടെ നോക്കുക, ഇക്വേഷൻ 1ൽ നിന്ന് y ഈക്വൽ ടു 64 by x സ്ക്വയർ എന്ന് എഴുതാൻ മേലെ y മൈനസ് 64 by x സ്ക്വയർ ഈക്വൽ ടു 0 ഇവിടെ ഉണ്ട്, ഈക്വൽ ടു 0 ആണ്. സോ y മൈനസ് 64 by x സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു 64 by x സ്ക്വയർ. ഇനി ഇവിടുന്ന്, അതായത് നമ്മൾ എലിമെന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്, ഒരിടത്ത് എക്സ് കണ്ടുപിടിച്ചിട്ട് മറ്റിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് വരും? y ഈക്വൽ ടു 64 by x സ്ക്വയർ. We can substitute y here in equation number 2ൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 2 gives എന്ത് വരും? x ഈക്വൽ ടു 64 by y സ്ക്വയർ. ഇതാണ് ഇവിടെ കിടക്കുന്നത്. x minus 64 by y square equal 0 implies x equal to 64 by y square. So x equal to 64 divided by what is y? y എന്താ? 64 by x square. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് ഈ y ഇവിടെ വേണ്ടത് y square, ഇത് y ആ. y square എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ഇട്ടാ പോരെ. 64 square divided by x ന്റെ സ്ക്വയർ. സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x raised to 4. That is ഇവിടെ എന്ത് വരും? 64 into റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 64 സ്ക്വയർ 64 into 64. സോ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തു പോയി. അപ്പൊ എന്ത് കിട്ടി? x ഈക്വൽ ടു
എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64. അഗൈൻ നമുക്കൊരു എക്സ് ഇവിടെ കട്ട് ചെയ്യാം. എന്ത് വരും റിസൾട്ട്? ഈക്വൽ ടു ഇംപ്ലൈസ് 1 ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 64 ഇംപ്ലൈസ് ഇതെന്ത് വരും? എക്സ് ക്യൂബ് ഈക്വൽ ടു 64 എന്ന് എഴുതാം. ഇംപ്ലൈസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 64. സോ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64. ക്യൂബ് റൂട്ട് ഓഫ് 64 എത്രയാ? ക്യൂബ് റൂട്ട് ഓഫ് 64 എത്രയാ? എത്ര റേസ് ടു 3 വന്നാലാ 64 വരുന്നേ നോക്കിയാൽ മതി. ഏതോ ഒരെണ്ണം 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 വരും. അത് എത്രയാ? 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 64 അല്ലേ? സോ എക്സ് ഈക്വൽ ടു 4. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി എന്ത് വേണം? അപ്പൊ ഇത് ഡയമെൻഷൻ തന്നെ ആട്ടോ കിട്ടിയേക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത് ആണെന്ന് ഓർത്തോണേ. ഒരു ഡയമെൻഷൻ നമുക്ക് കിട്ടിയതാ. അപ്പൊ ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത്, പിന്നെ ബ്രെഡ്ത്ത്, തിക്നെസ്, എക്സ് വൈ സെഡ് ആയിരുന്നു. അപ്പൊ അതിൽ എക്സ്, പക്ഷെ എക്സ് വൈയിലാണ് ഇവിടെ വരുന്നത്. കാരണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എക്സ് വൈ ഇസ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. സോ എക്സ് 4 കിട്ടി. ഇനി എന്ത് വേണം? വൈ കാണണം. വൈ കാണാൻ എന്ത് ചെയ്യണം? ഇതാ നോക്കൂ, എക്സ് ഈക്വൽ ടു 4. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 4 ബൈ വൈ എന്താ? വൈ ഈക്വൽ ടു 64 ബൈ എക്സ് സ്ക്വയർ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഈക്വൽ ടു 64 ബൈ എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാലോ എക്സ് നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ് ഹിയർ. 64 by 4 square, that is 16, that is equal to 4. അപ്പൊ എന്ത് കിട്ടി? x equal to 4 and y equal to 4. അപ്പൊ എന്ത് എഴുതാം? The critical point is ordered pair x4 y4. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇവിടെയാണ് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് മിനിമൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് മിനിമം വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ഇനി ഏതാണ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കാണേണ്ട എന്തൊക്കെ കാണണം? R കാണണം, S കാണണം, T കാണണം, RT മൈനസ് S സ്ക്വയർ കാണണം അല്ലേ? അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ നമുക്ക് കിട്ടി. ഇത് എവിടെ നോക്കിയാൽ 4 4 എന്നുള്ള ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇനി ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് 4 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് കാണണം? R കാണണം. R എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. അടുത്തത് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. അപ്പൊ ഇതാണ് ആറും എസും ടിയും. അപ്പൊ ഞാൻ കാണാൻ പോവാണ്. ഡോ വൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതല്ലേ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഡോ സ്ക്വയർ ബൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. y മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ. ഇപ്പൊ എന്ത് എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് y മൈനസ് 64 ബൈ എക്സ് സ്ക്വയർ. Dou by dou x of y with respect to x in y is a constant, therefore derivative is 0. 64 by x square ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? That is 64 by x square ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 64 into dou by dou x of 1 by x square. അപ്പൊ എന്ത് വരും? 64 into derivative of 1 by x square. 64 into dou by dou x of 1 by x square എന്ന് വരും. What is the derivative of 1 by x square? നമുക്കറിയാം derivative of 1 by x is minus 1 by x square and derivative of one by x square is minus 2 by x cube. ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല. എങ്കിൽ x square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dou by dou x of x square 1 by x square എന്ന് പറഞ്ഞാൽ x raised to minus 2 ആണ്. അപ്പം minus 2 x raised to minus 2 minus 1 വരും. That is minus 2 into x raised to minus 3. That is minus 2 by x cube. ഇങ്ങനെയാണ്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അതാണ് നല്ലത്. That is 64 into minus 2 by x cube വരും. That is ഇവിടെ എന്ത് വരും? ഈ മൈനസ് അവിടെ ഉണ്ട്. minus 64 into 2 വരും. 64 into 2 is
128 divided by x cube അപ്പൊ അതെന്ത് വരും? മൈനസ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് വരും. സോ this is equal to plus 128 by x cube. അപ്പൊ ഇവിടെ നോക്കുക, നമ്മള് ഈ 6 കണ്ടുപിടിക്കുമ്പോൾ തന്നെ അടുത്ത പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റിലെ 6 എത്രയാണെന്ന് നമുക്ക് കിട്ടണ്ടേ, അതും കൂടെ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. 6 കിട്ടിയിരിക്കുന്നത് 128 by x cube. 6 at 4, അതായത് എക്സിന്റെ പ്ലേസിൽ 4, വൈയുടെ പ്ലേസിൽ 4, 6ന്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. സോ 128 by x cube എന്ന് പറഞ്ഞാൽ 4 cube. ഷുവർ ആയിട്ട് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. ഷുവർ ആയിട്ട് ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ ആർ ഗ്രേറ്റർ ദാൻ 0 അല്ലെ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒരു കോഷ്യന്റ്, സോറി, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഷുവർ ആയിട്ട് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ ആർ ഗ്രേറ്റർ ദാൻ 0. ഇനി എസ് കാണും. ഇതിവിടെ കിടക്കട്ടെ. ആർ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എസ് ഈക്വൽ ടു, എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. അപ്പൊ എന്ത് വരണം? ഡോ ബൈ ഡോ എക്സ്, ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. That is equal to ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ഇതിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. x minus 64 by y square. Now dou by dou x of x is 1. Now dou by dou x of 64 by y square. 64 is a constant and with respect to x, y is also a constant. 64 by y square is another constant. So equal to 0. So the value is 1. ഇതിനെ ആ s at the point കണ്ടാലും എന്താ? s at the point for critical point കണ്ടാലും ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ചേഞ്ച് ഒന്നുമില്ല, അത് 1 തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ടി കാണണം. അപ്പൊ നമുക്ക് ആ എസ് കിട്ടിയേ ഇതാ. ഇനി ടി ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. അതായത് 2 തവണ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ ബൈ ഡോ വൈ, ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ആണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ത് വരും? എക്സ് മൈനസ് 64 ബൈ വൈ സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എഫ് ഡോ വൈ ഓഫ് എഫ് എക്സ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഇത് കോൺസ്റ്റന്റ് ആണ്, സോ 0 മൈനസ് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് 64 കോൺസ്റ്റന്റ് ആണ്, പക്ഷെ 1 ബൈ വൈ സ്ക്വയർ ഉണ്ട്. എഗെയിൻ എന്ത് വരും? ഇതുപോലെ 64 ബൈ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വന്നാൽ എന്ത് വരും? 64 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 1 ബൈ വൈ സ്ക്വയർ വരും. അപ്പൊ എന്ത് വരും പറയാമോ? 1 ബൈ വൈ സ്ക്വയറിന്റെ 1 ബൈ എക്സ് സ്ക്വയറിന്റെ ആണ് മൈനസ് 2 ബൈ എക്സ് ക്യൂബ്. അപ്പൊ 1 ബൈ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് 2 ബൈ വൈ ക്യൂബ്. അപ്പൊ ഇവിടെ എന്ത് വരും? 64 ഇൻറ്റു മൈനസ് 2 ബൈ വൈ ക്യൂബ്. ഞാനിപ്പോ അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. മൈനസ് 64 ഇൻറ്റു minus 64 into minus 2 by y cube. അപ്പൊ ഇതെന്ത് വരും? ആൻസർ എന്ത് വരും? 0 മൈനസ് ഒരു മൈനസ് ഉണ്ട്, ഒരു മൈനസ് കൂടെ ഉണ്ട്, അപ്പൊ പ്ലസ് ആവും. 64 into 2 is 128 divided by y cube. അപ്പൊ നമുക്കിപ്പോ ഇത് t ആയിട്ടേക്കുന്നു. ഇനി എന്ത് വേണം? t at the point കാണണ്ടേ? t at the point 4 is 128 divided by x ന്റെ പ്ലേസിൽ 4, y യുടെ പ്ലേസിലും 4. അപ്പൊ എന്ത് വരും? y ഇവിടെ ഉള്ളൂ, ദാറ്റ് ഈസ് 4 ക്യൂബ്. ഷുവർ ആയിട്ട് നമുക്കറിയാം ഇത് 128 by 4 ക്യൂബ് അഥവാ 128 by 64 എന്ന് വരും. പോസിറ്റീവ് ആണെന്ന് അറിയാം. ഇവിടെ അങ്ങനെ കിടന്നോട്ടെ. 64 ദാറ്റ് ഈസ് 128 into 64 അങ്ങനെ കിടന്നോട്ടെ. അപ്പൊ ടിയും കിട്ടി. ഇനി അപ്പൊ R കിട്ടി, S കിട്ടി, T കിട്ടി. ഇനി നമുക്ക് പറഞ്ഞ പോലെ ഇതാ ഒരു ടേബിൾ വരച്ചിട്ട് ചെയ്യുവാണ് ഇത് എളുപ്പം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ടേബിൾ വരച്ചിട്ട് ഇത് ചെയ്യുവാണ് എളുപ്പം. അപ്പൊ ഞാൻ ആ ടേബിളിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ എസ് ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കുവാണ്. എസ് ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 128 by 64. ഇതാ ഞാൻ ഇവിടെ ഒരു ടേബിൾ എഴുതാൻ പോവാണ്. 128 by 64. ഇവിടെ നോക്കിയോളൂ, ഇങ്ങനെയാ ടേബിൾ എഴുതേണ്ടത്. എങ്ങനെയാ? ഒരു ഫസ്റ്റ് ആ ടേബിളിന്റെ, കാരണം ഒന്നിൽ കൂടുതൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക്
പോയിന്റ് ഉള്ളൂ. ഈ മെത്തേഡ് ശീലിച്ചാൽ എത്ര ക്രിട്ടിക്കൽ പോയിന്റ് വന്നാലും ഒരൊറ്റ ടേബിൾ കൊണ്ട് നമുക്ക് ഫുള്ള് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് വരും. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഫസ്റ്റ്. അടുത്തത് 6. അടുത്ത നമ്മൾ എസ് എഴുതില്ല, ടി എഴുതും. കാരണം നമുക്ക് ആർ ടി മൈനസ് എസ് സ്ക്വയർ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ടി. അടുത്തത് എസ്. അടുത്തത് ആർ ടി മൈനസ് എസ് സ്ക്വയർ. അടുത്തത് കൺക്ലൂഷൻ. ഇങ്ങനെ ഒരു ടേബിൾ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇവിടെ എഴുതിയാൻ പറ്റും. ഇവിടെ നോക്കിയോളൂ, ഫസ്റ്റ് ഏതാ വന്നേക്കുന്നത്? നമ്മുടെ കോളം ഏതാ? കോളത്തിലെ ഫസ്റ്റ് കോളത്തിൽ എന്താ വന്നേക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? 4 4. അപ്പൊ അതാ ഒന്നിൽ കൂടുതൽ വന്നാൽ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് താഴോട്ട് എഴുതിയാൽ മതി. അപ്പൊ ആ ഒരു ടേബിൾ കൊണ്ട് ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റും. സോ 4 4. ആർ എന്ത് കിട്ടി? ആർ ശരിക്കും അറ്റ പോയിന്റ് ഇവിടെ 4 4 ആണ്. അറ്റ പോയിന്റ് കൂടെ ഇവിടെ എഴുതാമെങ്കിൽ നല്ലതാണ്. അറ്റ് 4 4. ഇവിടെ നോക്കിയോ, ആർ അറ്റ് 4 4 നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 128/4³ ഷുവർ ആയിട്ടും ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒരു പോസിറ്റീവ് നമ്പറിനെ വേറൊരു പോസിറ്റീവ് നമ്പറോട് ഡിവൈഡ് ചെയ്തിരിക്കുക, പോസിറ്റീവ് ആണ്. ഇനി ടി എന്ന് പറഞ്ഞാൽ എത്രയാ? 128/64. അടുത്തത് എസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1. We have to find RT minus S square. എന്ന് പറഞ്ഞാൽ 128/4³ into T. 128 ചുടങ്ങ് ലെങ്ത് കൂട്ടുവാണെങ്കിൽ ഇത് 128 divided by 64. R into T ആയി. മൈനസ് എസ് സ്ക്വയർ 1 സ്ക്വയർ. അപ്പൊ എന്ത് വരും? 128 into 128 divided by 4³ is again 64. 64 into 64 വരും. അപ്പൊ അതെന്ത് വരും? 16384 divided by 4096. മൈനസ് 1 വരും. അപ്പൊ ഇവിടെ നോക്കുക, ഈ കോളത്തില് ഇതൊരു വലിയ നമ്പർ. ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ ഫുള്ള് ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണ് നമുക്കറിയേണ്ട ഈ RT മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0. ഫുള്ള് കാൽക്കുലേഷൻ പോകണ്ട. ഈ നമ്പർ വലുതാണ്, അതിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഷുവർ ആയിട്ട് ഇത് ഗ്രേറ്റർ ദാൻ 1 വരത്തുള്ളൂ. അപ്പൊ 1ൽ കൂടുതലുള്ള ഒരു സം നമ്പർ -1 എന്ന് പറഞ്ഞാൽ ഷുവർ ആയിട്ട് ഇത് ഗ്രേറ്റർ ദാൻ 0 വരത്തുള്ളൂ. പോസിറ്റീവ് വരത്തുള്ളൂ, നെഗറ്റീവായി പോകത്തില്ല. ഇനി അല്ല, ഇനി നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. കാൽക്കുലേറ്റർ ചെയ്യാമല്ലോ. ഇത് ബൈ ഇത് ഷുവർ ആയിട്ട് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഏതാണ്ട് ഒരു 4 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 3 പോയിന്റ് സംതിങ് അത് വരും. ഷുവർ ആയിട്ട് ഒരു 3 പോയിന്റ് സംതിങ് ഇവിടെ വരും. അത് -1 എന്ന് പറഞ്ഞാൽ ഷുവർ ആയിട്ടും അത് ഗ്രേറ്റർ ദാൻ 0 വരത്തുള്ളൂ. അത് പോസിറ്റീവാണ്. സോ RT മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ കിട്ടുന്നത് എന്താ? ഇവിടെ എന്തായിട്ടേ? R ഗ്രേറ്റർ ദാൻ 0. R ഗ്രേറ്റർ ദാൻ 0 ആൻഡ് RT മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ R is greater than 0 and RT minus S square also greater than 0. What will be the conclusion? Last stage എന്തായിരുന്നല്ലേ കൺക്ലൂഷനിൽ? RT minus S square greater than 0 and R greater than 0 means എന്താ? At 4 4 at the critical point the function has a minimum value or local minimum. The function has a local minimum. Critical R greater than 0 വന്നാൽ മിനിമയാണ്. RT minus S square greater than 0, R less than 0 വന്നാൽ ലോക്കൽ മാക്സിമം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയൻ ഒക്കെ പഠിച്ചോണം. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ R ഗ്രേറ്റർ ദാൻ 0യും ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ഓർത്താൽ മതി. ഗ്രേറ്റർ ദാൻ 0 മിനിമം. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി, ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിന്. സോ ലോക്കൽ മിനിമം. അപ്പൊ ഇപ്പൊ എന്തായി? ഈ ഇപ്പൊ എടുത്തിരിക്കുന്ന എക്സും വൈയും നമുക്ക് ഇസഡ് കിട്ടിയിട്ടില്ലേ? എക്സും വൈയും കിട്ടിയിട്ടുള്ളൂ, ഇസഡ് കിട്ടിയിട്ടില്ല. ഇസഡ് കാണണം. എക്സും വൈയും ഏതാ? 4 4. അതായത് ലെങ്ത് 4, ബ്രെഡ്ത്ത് 4. ഇനി ഹൈറ്റ് കിട്ടണം. ഇസഡ് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പൊ ഈ 4 4 വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്താൽ ഡയമെൻഷൻ ഫംഗ്ഷൻ നമ്മുടെ സർഫസ് ഏരിയ ഫംഗ്ഷൻ ഇപ്പൊ മിനിമം ആണ് 4 4 കിട്ടി. അപ്പോഴത്തെ ഇസഡ് എന്താന്ന് കൂടെ നമുക്ക് കണ്ടാൽ മതി. X 4 Y 4 ആകുമ്പോൾ എന്താണ് ഇസഡ്? ആ ഇസഡ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ 4 4 എന്നുള്ള പോയിന്റില് എക്സും വൈയും 4 4 വരുമ്പോഴത്തേക്ക് സർഫസ് ഏരിയ മിനിമം ആകുന്നു. അതായത് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് മതി? മിനിമം മെറ്റീരിയൽ മതി എന്നർത്ഥം. അല്ല ഇനി ഒന്ന് റാപ്പ് ചെയ്യാൻ സർഫസ് ഏരിയ റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഇതിനെ കവർ ചെയ്യാൻ മിനിമം മെറ്റീരിയൽ മതി എന്നർത്ഥം.
അപ്പൊ തീർന്നില്ല. ഇനി എന്താ വേണ്ടേ? നമുക്ക് ഇത് കൂടാണ്ട് ഇനി എക്സും വൈയെ കിട്ടിയിട്ടുള്ളൂ. വിച്ച് ആർ ദ ഡയമെൻഷൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയമെൻഷൻ ഏതാ? എക്സ് വേണം, വൈ വേണം, ഇസഡ് വേണം. എക്സും വൈയും ഇപ്പൊ കിട്ടി. ഇനി ഇസഡ് വേണം. ഇസഡ് കാണാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ നോക്കിയുള്ളൂ. എക്സ് ഈക്വൽ 4 ആൻഡ് വൈ ഈക്വൽ 4. ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടുകയാണ്. ഇപ്പൊ സോൾവ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ 0, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ 0 എന്നുള്ള രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ അപ്പൊ കിട്ടിയ എക്സും വൈയും ആണ്. അപ്പൊ ഇതാണ് രണ്ട് ഡയമെൻഷൻ കിട്ടി. ഇനി ഒരെണ്ണോട് കിട്ടാനുണ്ട്. അതിനെന്ത് വേണം? നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് വോളിയം തന്നത് 32 ആണെന്ന് പറഞ്ഞാൽ 32 cc ആയിരുന്നു അല്ലെ? അതിന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് 32 XYZ ഈക്വൽ, ഓർക്കുന്നുണ്ടോ? നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിരുന്നു. XYZ ഈക്വൽ 32 ഇംപ്ലൈസ് Z ഈക്വൽ 32 by XY. ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ Z കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഈ ഇക്വേഷനകത്ത് XY ഇട്ട് കൊടുത്താൽ മതി. ആൻസർ ആയില്ലേ? എന്ത് വരും? 32 ഡിവൈഡഡ് ബൈ 4 into 4. 32 divided by 4 into 4. That is 32 divided by 16. ഇപ്പൊ എത്ര വരും? കട്ട് ചെയ്യുമ്പോ എത്ര വരും? 2 60s are 32. So the answer is 2. അപ്പൊ നമുക്ക് എങ്ങനെ വരും? x equal to 4 ആണ്, y equal to 4 ആണ്, and z equal to 2 ആണ്. അപ്പൊ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു, അതായത് പൊക്കം ഇച്ചിരി കുറവാണ്. അപ്പം എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 4 ആൻഡ് ഇസഡ് ഈക്വൽ ടു 2. അപ്പൊ നമ്മൾ ഓർത്താൽ മതി. അപ്പൊ ഈ ഡയമെൻഷൻസിൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓപ്പൺ അറ്റ് ദ ടോപ്പ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 4ഉം ഹൈറ്റ് ഇച്ചിരി കുറയ്ക്കണം. കണ്ടോ? എക്സ് 4 ആണ്, വൈ 4 ആണ്, പക്ഷെ ഹൈറ്റ് എത്രയേ ഉള്ളൂ? ഹൈറ്റ് 2 ഹൈറ്റ് ഉള്ള ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇരിക്കുന്ന ഇതുപോലുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ്. അപ്പം എല്ലാവരും ആ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി മാക്സിമം ആണോ മിനിമം ആണോ ചെയ്തിട്ട് എപ്പോഴും നിർത്തും. അത് നിർത്തരുത് കേട്ടോ. കാരണം ഇവിടെ ഫൈൻഡ് ദ ഡയമെൻഷൻസ് എന്നാ ക്വസ്റ്റ്യൻ. അതിന്റെ അർത്ഥം എന്താ? എക്സ് കിട്ടണം, വൈ കിട്ടണം, ഇസഡ് കൂടെ കിട്ടണം. അതോടെ കിട്ടിയില്ലേ മാർക്ക് കിട്ടത്തില്ല. എല്ലാവരും അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി ആ ടേബിൾ വരച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നിർത്തും. തീർന്നില്ല, ഇസഡ് കൂടെ കിട്ടണമെങ്കിലേ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. KTUവിന്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇനിയും ഹയർ ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടുള്ളൂ. S1, S2 എല്ലാം കിട്ടണമെങ്കിൽ ഇപ്പൊ S1ന്റെ സെക്കൻഡ് മോഡ്യൂളാണിത്. അപ്പം ഫുൾ വീഡിയോസ് ഇനി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.